നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും. അതിന് സമയം വരുമ്പോൾ ചെയ്യുക. പക്ഷേ ഇതൊരു ഇലക്ഷൻ കഴിയട്ടെ. നമ്മൾ ഇന്ന് വോട്ടിംഗ് ആണ്, 3 ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും. അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം. ഞാൻ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചു. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കണത്. ഞാൻ ആക്ച്വലി നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ കാരണവരായ തെന്നല ജി മരിച്ച ശേഷം ഞാൻ വിദേശത്തിലായിരുന്നത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു, കുടുംബക്കാരെ കാണാൻ സാധിച്ചില്ല. ഞാൻ അവിടേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു, കണ്ടു. കോൺഗ്രസ് നേതൃത്വമായി ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്നു. താങ്കൾ BJP-യിലേക്ക് പോകും എന്ന തരത്തിലുള്ള പ്രചാരണം പല കോണുകളിൽ നടക്കും. പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള സംസാരം ഒക്കെ ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ ഈ വിസിറ്റിനെ കുറിച്ചും അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ചും ഞങ്ങൾ എന്ത് പറഞ്ഞു, അവരെന്ത് മറുപടി പറഞ്ഞു, എന്തായിരുന്നു റിയാക്ഷൻ, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രിയുടെ താല്പര്യം. അതിലാണ് ഞാനും സംസാരിച്ചത്. ഞങ്ങൾ വേറെ വിഷയങ്ങളോ നമ്മളുടെ ഭാരതത്തിൻ്റെ അകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയം പറയാനൊരു അവസരമായിരുന്നില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നു, രാഷ്ട്രീയത്തിനൊരു സ്ഥാനമുണ്ട്. ദേശീയ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സമയത്ത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. ഞാൻ ആദ്യം 2014 എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഫോറിൻ പോളിസിയോ BJP ഫോറിൻ പോളിസിയോ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. ഇന്ത്യൻ ഫോറിൻ പോളിസിയേ ഉള്ളൂ, ഇന്ത്യൻ ദേശീയ ആവശ്യങ്ങളേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ ഇൻട്രസ്റ്റേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 2014 ഓൺ ദ റെക്കോർഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ലൈന് മാറിയിട്ടില്ല. രാജ്യത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ, ഭാരതത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും കടമയാണ് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഭാരതത്തിന് വേണ്ടി സംസാരിക്കാനും. ഞാൻ ഇപ്പോഴേ പറയുന്നു, ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമായിരുന്നു. ആരും എന്നെ സർക്കാരിന് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടല്ല. കാരണം എനിക്കും ഇതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഒരു ഭാരതീയൻ്റെ അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാൻ സംസാരിച്ചത്, അതുപോലെ തന്നെയാണ് ഞാൻ സേവനം ചെയ്തത്. ഞാൻ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഇറങ്ങുന്ന മുമ്പ്, സർക്കാർ ആവശ്യപ്പെട്ടാൽ, രാജ്യത്തിന് എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ്. ഒരിക്കലും എൻ്റെ വക ഒരു കുറവ് കാണില്ല. അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു. എന്നെ ആവശ്യപ്പെട്ടത് സർക്കാരായിരുന്നു. സത്യമാണ്, പാർട്ടി എന്നെ ആവശ്യപ്പെട്ടില്ല അത് ചെയ്യാൻ. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു ഭാരതീയ പൗരനായിട്ട് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കടമ ഞാൻ ചെയ്തു. അത് അഭിമാനത്തോടെ ചെയ്തു, തിരിച്ചു വന്നു. ഇനി ആ ഫേസ് ഇപ്പോൾ നമ്മളുടെ പുറകെയാണ്. ഇനി കൂടുതൽ സംസാരിക്കാൻ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാം. ചില പരാമർശങ്ങൾ